ഇതെങ്ങോട്ട് എവിടെ പോന്ന? ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം. ഡിസ്ചാർജ് ചെയ്യുന്നേക്കെ കൊള്ളാം. ഇങ്ങോട്ടൊന്നും കൂട്ടിക്കൊണ്ട് വരരുത്. പിന്നെ ഞാൻ എങ്ങോട്ടുണ്ടോ? ഇക്കാണെങ്കിൽ കുടുംബമില്ല, വീട് പോലും ഇല്ല, താമസിച്ചിടവും ഇല്ല. ഇക്ക മൊത്തത്തിലൊരവസ്ഥയിലാണ്. ഇപ്പം ഞാൻ മാത്രമേ ഉള്ള ഒരു അനിയനായിട്ട് ഞാനല്ലാതെ ആര് നോക്കാൻ? എനിക്ക് നോക്കാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്കൊരു ബാധ്യതയാ. നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. കിടപ്പ് രോഗിയൊന്നും അല്ലല്ലോ, സ്വന്തം കാര്യങ്ങളൊക്കെ ആൾ നോക്കിക്കോളും. പിന്നെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം, അത് മാത്രം നീ ചെയ്താൽ മതി. ഇങ്ങോട്ടൊന്നും കൂട്ടിക്കൊണ്ടുവരണ്ട. പിന്നെ ആര് കൂട്ടിക്കൊണ്ട് പോകും? നീ അങ്ങനെയൊന്നും പറയല്ലേ. ഇപ്പം നമ്മൾ കൂടെ നിൽക്കേണ്ട ഒരു സമയമാണ്. അല്ല, അഗതി മന്ദിരത്തിലും ഉണ്ടാക്കുക. അഗതി മന്ദിരത്തിലാ? നീ കുറച്ച് ദിവസം ഒന്ന് ശ്രമിക്ക്. ഒരു വീട് സെറ്റാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റിക്കോളാം. ഒരാഴ്ച, അതിനപ്പുറത്തോട്ട് പോകരുത്. ഒരാഴ്ചയല്ല, ഒരു 10 ദിവസം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ 10 ദിവസമായോ? നമ്മളും മക്കളും വേണം ഇക്കാടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ. ഈ കൊണ്ടുവരുമ്പോൾ മുഖമൊന്നും കറുപ്പിച്ച് കാണിക്കല്ലേ, ഇഷ്ടക്കേടൊന്നും കാണിക്കല്ലേ. 10 ദിവസം നീ വരുമ്പോൾ മുഖമൊന്നും കറുപ്പിച്ച് കാണിക്കല്ലേ. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ. ഇനി എന്തൊക്കെ തൊല്ല ഇവിടെ സഹിക്കണം. അല്ലെങ്കിൽ തന്നെ എനിക്ക് കണ്ടുകൂടും. ഇങ്ങോട്ട് തന്നെ എഴുന്നള്ളിക്കണമായിരുന്നു. വേറെ എവിടെ പറഞ്ഞില്ല. 10 ദിവസം എങ്ങനെ സഹിക്കും? കേറിക്ക. വാ, അകത്തോട്ട് പോ. ഞാൻ ആട്ടോയ്ക്ക് പൈസ കൊടുത്തിട്ടെ. ഷെമി അവിടെ ഉണ്ട്. അങ്ങോട്ട് ചെല്ലാം. നടക്കാൻ പറ്റുമല്ലേ? വന്നിട്ടുണ്ടല്ലേ. ആശുപത്രിയിൽ നേരെ വന്ന് വീട്ടിൽ കയറും. അവിടെ നിൽക്കേ. പുറത്ത് ബാത്റൂം ഉണ്ട്. ഇപ്പോൾ കഴിയെ കുളിക്കുകയോ ചെയ്തിട്ട് അകത്തോട്ട് കയറിയാൽ മതി. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വരുന്നതല്ലേ, കൊച്ചുങ്ങളൊക്കെ ഉള്ളതാ. അല്ല അസുഖം പിടിച്ചോണ്ട് വരണ്ട. പുറത്ത് വെച്ചിട്ടുണ്ട്. പുറത്ത് സോപ്പും കാണണം. ഏത് റൂം സെറ്റ് ആക്കി കൊടുക്കും. പിന്നെ ബാക്കിലൂടെ വന്നാൽ മതിയേ, ഫ്രണ്ടിലൂടെ വരണ്ട. ബാക്കിലൂടെ വരാൻ തേങ്ങനെ സെറ്റ് ആക്കി കൊടുക്കാം. ഷെമി, ഇക്ക എവിടെ? അത് കുളിക്കാൻ പോയി. ബാത്റൂമിലാ? എവിടെ, അകത്താ? പുറത്തെ ബാത്റൂമില്. പുറത്താ? അത് ഇടിഞ്ഞു പൊടിഞ്ഞ് തലയിൽ കൂടെ വീഴൂല്ലേ? നീ പുറത്ത് പറഞ്ഞു വിട്ടതിന്? ഷെമി, ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ എന്ന്. ബാത്റൂം ഇടിഞ്ഞു പൊടിഞ്ഞ് തലയിൽ കൂടെ വീഴും. നീ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ. ഇക്ക, ഞാൻ ഇക്കായും കൊണ്ടുപോയിട്ട്. വിളിച്ചോണ്ട് പോയി. ഇക്കാന്ന് പറഞ്ഞ് നടക്കുമായിരിക്കും. നമ്മളെന്നും വേണ്ട. പതുക്കെ പതുക്കെ പോക. ശ്രദ്ധിച്ച്.
ഇക്കതാ ഈ റൂമിലോട്ട്. ഇക്കതാ ഈ റൂമിൽ ബാത്റൂം ഉണ്ടേ, അവിടെ എല്ലാം വെച്ചിട്ടുണ്ട്. റൂമിലാ? ഇപ്പൊ കോമൺ ബാത്റൂം? ഇക്ക ഈ റൂമിൽ റെസ്റ്റ് എടുത്തോ. AC ഉള്ള റൂമിലേ കിടക്കത്തുള്ളൂ. അവിടെ ഞാൻ ബെഡൊന്നും തട്ടിയിട്ടിട്ടില്ല. ആ റൂമിൽ വേണ്ട, ഞാൻ ദാ ഇവിടെ വരാം. വരാന്തയില്ല, ഇക്ക ഈ റൂമിൽ തന്നെ അടക്കും. പിന്നെ ഞാൻ കടയിൽ പോവുകയാണ്, ഇക്കാക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ടെന്ന് മീനുണ്ടല്ലേ, അടുത്തിച്ച് കറി വെച്ച് കൂട്. കൊടുക്കാം. ഞാൻ വൈകുന്നേരം വരാം, ഇക്കാക്ക് ആഹാരമൊക്കെ എന്താക്കി റെഡിയാക്കി വെച്ചുകൂട്. വേറൊന്നും സംസാരിക്കാനോ വിഷമിപ്പിക്കാനോ പോകരുത്. വേറൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കാൻ പോകരുത്. എല്ലാം തക്കുന്നൊരു മനുഷ്യനാണ്. ഓ, ആ ഓർമ്മ വേണം. ചേട്ടന് നല്ല മീനും കൂട്ടിയേ കൊടുക്കാവുന്നു. അയാൾ തന്നെ പറയണം ഇവിടുന്ന് പോകണമെന്ന്. എന്തായാലും അനിയൻ പറഞ്ഞു വിടാൻ പോകുന്നില്ല. നീ ചോറ് കൊടുത്തില്ലെന്ന് പറയണ്ട. ഇന്നലത്തെ സാരമില്ല, വേസ്റ്റ് പോകത്തില്ലല്ലോ. ചോറുണ്ട് വെച്ചേക്കുന്ന അന്ന് അടുത്ത് തിന്നെ. ഇതിന് മാത്രമായിട്ട് എന്തെങ്കിലും വെച്ചിരുന്നാ വന്നു വേണ്ടി വെച്ചിരുന്നേ. മറ്റുള്ളവർക്ക് ബാധ്യതയായിട്ട് കിടന്നത് കൂടെ അങ്ങ് തീർന്നിരുന്നെങ്കിലോ. എല്ലാം 3 നേരം വേവിച്ച് ഞാൻ ഊട്ടി ഉറക്കണ്ട. ഇങ്ങനെയൊക്കെ നാട്ടിനും വീട്ടിനും ഗുണമില്ലാത്ത കുറേ സാധനങ്ങൾ ബാക്കി വന്നത് ഇവിടെ കിടക്കുന്നതിന് ബാക്കി കഴിഞ്ഞ് കെട്ടിയും കൊണ്ടുവരും. ഇവിടെ ആകുമ്പോൾ നല്ലപോലെ തിന്നും പിടിച്ചും കിടക്കാമല്ലേ. അല്ല അഗതി മന്ദിരത്തിലും പോയി കിടക്കാനുള്ളതിന് കൊണ്ടുവച്ചേക്കെ മൊത്തം തിന്നണേ. ബാക്കിയൊന്നും ഇട്ടേക്കരുത്. ഇവിടെ വേറെ ആരും ഇല്ല തിന്നാനെന്ന്. നിങ്ങൾക്കും വേറെ ആരും ഇല്ല. ആ ഓർമ്മയൊക്കെ വേണം. ബാക്കിയൊന്നും വെച്ചിട്ട് പോരുത്. എന്ന് തിന്നുമല്ല. ഇവിടെ പൂച്ച പോലും ഇല്ല കൊടുക്കാൻ. പൂച്ച പട്ടിയൊന്നും ഇല്ല. മര്യാദയ്ക്ക് കൊണ്ടുവന്നിരുന്ന് തിന്നെ. ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് കുറച്ച് കഷ്ടപ്പാടാ. ഇപ്പൊ സുഖിച്ച് കിടന്നവർക്ക് ആ കഷ്ടപ്പാടൊന്നും അറിയണ്ടല്ലോ. 3 നേരം തിന്നാൻ കിട്ടിയാ പോരെ. ഇക്ക എവിടെ കിടക്കുന്ന? ഷമി, ഷമി, എന്താ ഇപ്പോഴാണോ വരുന്നത്? അപ്പൊ നീ ഇക്കായെ പുറത്താക്കിയല്ലേ? അത് നാളെ ഞാൻ വരാന്ത വൃത്തിയാക്കിക്കോളാം. വരാന്തയില്ല. നിങ്ങൾ ഇങ്ങോട്ട് കയറ്. ഇക്കാക്ക് വീട്ടിലില്ലാത്ത സ്ഥാനം എനിക്കും. നാളെ എൻ്റെ ഗതി ഇത് തന്നെ. എന്താ പെട്ടിയൊക്കെ ആയിട്ട് എവിടെ പോന്നെ? ഇത് നിങ്ങളുടെ പെട്ടിയല്ലേ? അതെ, എന്റെ ഇക്കായാണ്. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ എന്റെ അവസ്ഥ ഇതാണ്. ഞാൻ ഇക്കായെ നോക്കാന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇക്കായോടെ പോകുന്നു. അയ്യോ, നിങ്ങൾ ഇവിടെ കഴിയുന്ന പോവല്ലേ? അയാളെ നീ വീട്ടിൽ കിടത്തത്തില്ലല്ലേ? അയ്യോ, അത് അയാൾ. അപ്പൊ ഞാനും പുറത്ത് തന്നെ. അയ്യോ, പോവല്ലേ, പോവല്ലേ എന്ന്. ഇക്ക ബാ.
ഇക്കാക്ക് ആരുമില്ലെങ്കിൽ ഞാനുണ്ടാവും. ബായ്ക്ക പോവാം. അത് ഇക്ക ബായ്ക്ക. വീഴാതാ.